ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും ഡെയിലി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് 4-5 ദിവസമായിട്ടോ എനിക്ക് പനിയും ചുമയും തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ശബ്ദം കൊണ്ട് ക്ലിയർ ആയിട്ടൊന്നുമില്ല. പിന്നെ അതിലേക്ക് മുന്നേ ആയിട്ട് ചാച്ചുകുട്ടീനെ ഡോക്ടറെ അടുത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമുക്ക് വീഡിയോസൊന്നും അങ്ങോട്ട് ഇടാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോഴേക്കും പിന്നെ ഇടാൻ പറ്റാത്തൊരു ഇതൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇത്തിരി എടുത്തു വെച്ചു. അപ്പോൾ അതും ഇട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായാലും ഇതിലേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇരുന്നിട്ടൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് എടുത്തു. പിന്നെ എടുത്തു വെച്ചാൽ വീഡിയോ കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാത്തിരുന്ന കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെന്താണാവോ എന്ന് വിചാരിക്കും. എന്തായാലും ഒരു വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതല്ല. ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. എപ്പോഴും ശബ്ദം അത്രയും ക്ലിയർ ആയിട്ടൊന്നുമില്ല. നമ്മുടെ ലാസ്റ്റ് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ട് 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് പറയാനായിട്ട്. അപ്പം ഞാൻ 3 പേർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അതൊരാൾക്ക് റിപ്ലൈ കൊടുത്തു എന്ന് തോന്നുന്നു. ഇപ്പോൾ 2 പേരുടെ പേരെ കാണണമല്ലോ കേട്ടോ. വൈറ്റ് സ്റ്റുഡിയോയിൽ കമൻറ്റിൽ കാണാമല്ലോ നമുക്കെപ്പോഴും. അപ്പോൾ അതിപ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഒരാളുടെ പേര് ഞാൻ മറന്നുപോയി. 2 ആളുടെ പേര് ഞാൻ അങ്ങനെ ഓർത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ നിഷയാണ്, ഒരാൾ ഷിൽനയാണ്. 2 പേർക്കും വലിയൊരു ഹായ് ഉണ്ട്. ഇനി ഒരാൾ ആരാണെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല കേട്ടോ. പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഞാൻ ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ നമുക്ക് എല്ലാ കമൻറ്റുകളും കാണാൻ പറ്റും. ഇത് പക്ഷേ ഞാൻ റിപ്ലൈ കൊടുത്തു എന്ന് തോന്നുന്നു. അപ്പോൾ കാണുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹായ് പറയാത്തത്. പേര് ഞാൻ മറന്നു കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് പേര് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഹായ് പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വലിയൊരു ഹായ് ഉണ്ട്. പിന്നെ എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പതിവ് പരിപാടികളൊക്കെ തന്നെയാണ് കേട്ടോ. സ്പെഷ്യലായിട്ടില്ല പറയാൻ പറ്റില്ല. ഒരു ചമ്മന്തി കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ചമ്മന്തി കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ദോശയുടെ കൂടെയാണെങ്കിലും ഇഡ്ഡലിയുടെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ യൂട്യൂബിൽ വൈറലായ ചമ്മന്തി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ കയറി ഒന്ന് കണ്ടു നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയപ്പോഴും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി നല്ല പഴുത്ത തക്കാളി വെച്ച് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിപ്പോൾ അത്രയും പഴുത്ത തക്കാളി അല്ലാഞ്ഞിട്ട് കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും പഴുത്ത തക്കാളിയുള്ള സമയത്ത് ഒന്നും കൂടി ചെയ്ത് നോക്കണം. ഇവിടെ മക്കൾക്കും ഏട്ടനും എനിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചമ്മന്തി എന്തായാലും. അപ്പോൾ അതേപോലെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതേ പതിവ് പരിപാടികളൊക്കെ തന്നെയാണ് കേട്ടോ. ചായ ആദ്യം വെച്ചു. പിന്നെ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. നമ്മുടെ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടല്ലോ. അത് എത്രയെങ്കിലും പ്രാവശ്യം കണ്ട് മടുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് അല്ലേ. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പച്ചപ്പയർ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചപ്പയറായതുകൊണ്ട് തന്നെ മക്കൾക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ ഉപ്പുമാവാണല്ലോ രാവിലെ ഉണ്ടാക്കിയത്, സ്കൂളിൽ കൊടുത്തു വിടാനും വേണം. അപ്പോൾ ഞാൻ എന്തായാലും പച്ചപ്പയർ ഉപ്പേരി ഉണ്ടെങ്കിൽ കൂടി മുതിരയും കൂടി വേഗം വെച്ചു വിട്ടാൽ അപ്പോൾ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാനും മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ആയില്ലോ എന്ന് വിചാരിച്ചിട്ട് മുതിരയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പച്ചക്കറിയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോന്നാകുമ്പോഴേക്കും ഓരോന്നൊക്കെ ആയിട്ട് അങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ആയി ഇറക്കി വെച്ച സമയത്ത് നമ്മുടെ മുതിരയും പിന്നെ പച്ചപ്പയറും ഒക്കെ ഉപ്പേരിയൊക്കെ റെഡിയാക്കി. മുതിരയിൽ ഞാൻ ഇത്തിരി വെള്ളത്തോടൊക്കെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയ സമയത്ത് നമ്മുടെ പച്ചക്കറിയും കൂടി പരിപ്പും കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതും കൂടെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതായി ഇറക്കി വെച്ചപ്പോൾ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ പിന്നെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഡ്ഡലിക്ക് എന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ചമ്മന്തി നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയത് കേട്ടോ. അന്ന് ഞാൻ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചുകുട്ടിക്ക് ചട്നി നല്ല ഇഷ്ടമാണ് കേട്ടോ. നാളികേരം അരച്ചിട്ടുള്ളതുണ്ടല്ലോ. അപ്പോൾ അതിൽ അധികം എരിവിടാതെ പച്ചമുളക് തന്നെ അത്ര എരിവില്ലാത്ത ഇട്ടിട്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചാച്ചുകുട്ടിക്ക് അന്ന് ഞാൻ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ എണീച്ച് വന്നപ്പോൾ നല്ലോണം ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കൂട്ടിയിട്ട്
അങ്ങനെ നമ്മുടെ ആ ദിവസം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് വേറൊരു ദിവസമാണ് കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസത്തെയാണ് ഈ വീഡിയോ. അങ്ങനെ നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ ഒരു ചമ്മന്തി. അപ്പോൾ അതാണ് കേട്ടോ ഇനി ഉണ്ടാക്കുന്നത്. നമ്മുടെ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് തക്കാളി ഇതേപോലെ 2 പീസാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു ഇതുണ്ടാവില്ല, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾക്ക് ഇതിൻ്റെ ഈ തോലൊക്കെ പെട്ടെന്ന് തന്നെ എടുത്താൽ കിട്ടുള്ളൂ. അത് പഴുപ്പ് കുറഞ്ഞ തക്കാളി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അത് 2 സൈഡും ഒന്ന് ആവിക്ക് ഇങ്ങനത്തെ പോലെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. കറിവേപ്പില ഒന്നും ആ ചമ്മന്തിയിൽ ഇടുന്നത് ഇല്ല കേട്ടോ, പക്ഷേ എൻ്റെ അതിൽ മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ മല്ലിയിലൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കറിവേപ്പില ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്തായാലും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നമ്മൾ എന്ത് ചമ്മന്തിക്കാണെങ്കിലും കറികൾക്കാണെങ്കിലും നല്ലൊരു സ്മെല്ലാണല്ലോ. അപ്പം ഞാൻ കറിവേപ്പില വെച്ചിട്ട് ആണ് ചെയ്തത്. ഈ സമയത്തല്ല കേട്ടോ മല്ലിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടത്, ലാസ്റ്റാണ് മല്ലിയില നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊന്ന് ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വേവാനായിട്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ നുള്ളി എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ തന്നെ അതിൽ ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിതേ പകുതി കൊണ്ട് പോരുന്നുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കടഭാഗത്തൊക്കെ ആകുമ്പോൾ പഴുപ്പ് കുറവല്ല, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അവിടെ മാത്രം അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നുള്ളി എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ സ്കിന്നൊക്കെ അങ്ങോട്ട് പോന്നോളും. എന്നിട്ട് നമുക്ക് ആ പാനിൽ തന്നെ വെച്ചിട്ട് ഒരു ഫോർക്ക് ഉണ്ട് വെച്ചെങ്കിൽ ഫോർക്ക് ടീസ്പൂണൊക്കെ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഉടച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഇപ്പോൾ ചൂടുണ്ട് കേട്ടോ, എന്നാലും ഞാൻ ടീസ്പൂണൊക്കെ വെച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നല്ലപോലെ ഉടച്ചെടുക്കാനായിട്ട് പറ്റിയത്. ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ടല്ലോ, പിന്നെ അധികം തക്കാളി പഴുത്തിട്ടും ഇല്ല, അതുകൊണ്ട് അങ്ങനെ നമ്മുടെ അതിലെ തോലൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം ഉടച്ച് കൊടുത്തിട്ട് അതിലേക്ക് അപ്പോഴേക്കും ഞാൻ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുങ്ങനെ അരിഞ്ഞിട്ടുള്ള സവോളയും പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ എന്താ പറയുക, നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ആ സമയത്താണ് കേട്ടോ അതിന് മേലെ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതുണ്ടെങ്കിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം, ലെമൺ ജ്യൂസ് ആണെങ്കിൽ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ലെമൺ ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു കുഞ്ഞൊരു മൂടി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ നല്ല അടിപൊളി ചമ്മന്തി റെഡിയാവും കേട്ടോ. അത് പഴുപ്പ് കുറഞ്ഞ തക്കാളി ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതിപ്പോൾ നല്ല പഴുത്ത തക്കാളി വെച്ചെങ്കിൽ നല്ലപോലെ ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ നല്ലപോലെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പച്ച സവോളയൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, അപ്പോൾ അതിൻ്റെയും പിന്നെ ഈ സുർക്കയുടെയും പിന്നെ തക്കാളിയുടെയും ഒക്കെ ആയിട്ട് നല്ല വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ ഒക്കെ ആയിട്ട് വേറെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ നിങ്ങൾ ചോറിനാണെച്ചെങ്കിലും നമ്മളെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ എപ്പോഴും ഒരേപോലെ ചട്നി അല്ലെങ്കിൽ സാമ്പാറാണെങ്കിലൊക്കെ അല്ലാതെ ഇതുപോലെയും ഒന്ന് ഉണ്ടാക്കാം, നമുക്ക് പെട്ടെന്നൊക്കെ ആയി കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ ആയി കഴിഞ്ഞ് ഞാനിത് പിന്നെ നമ്മുടെ ചീര ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചായ മനസ്സ് ഉണ്ടല്ലോ, ആ ചീരയാണിത്. അപ്പോൾ അത് കഴുകിയിട്ട് അരിഞ്ഞിട്ട് നമ്മൾ സവോളയാണ് കേട്ടോ ഞാൻ മൂപ്പിച്ചത്. സവോള മൂപ്പിച്ചിട്ട് അതിലേക്കാണ് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചീര അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചീര കട്ട് കളഞ്ഞിട്ട് പയറിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ അതേപോലെ
എന്താ പറയുക വാട്ടിയിട്ട് പിഴിഞ്ഞിട്ട് ഉപ്പേരി വയ്ക്കുക എന്നാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് ഇതേപോലെ ഞാൻ ഇപ്പോൾ ചെയ്യണത് അതിലൊരു പശ പോലെ ഉണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ ഞാൻ ചെയ്യണത് ഇപ്പോൾ ഈ അരിഞ്ഞ ശേഷം 2-3 പ്രാവശ്യം കഴുകും, അങ്ങനെ കൈ വെച്ചിട്ട് നല്ല പിഴിഞ്ഞിട്ട് കളയും. എന്നിട്ട് ഇതേ നമ്മുടെ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പാടില്ല, തുറന്ന് വെച്ചിട്ട് വേവിക്കണം എന്ന്. അപ്പോൾ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇത് അടച്ചു വെക്കാണ്ടാണ് കേട്ടോ അതങ്ങനെ വേവിച്ചെടുക്കണത്. അപ്പോഴേക്കും നമ്മുടെ അപ്പുറത്തെ അടുപ്പിൽ മീൻ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇപ്പുറത്ത് നമ്മുടെ ചീര വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാത്രങ്ങളൊക്കെ ആവണതൊക്കെ കഴുകൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ അപ്പുറത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുറച്ച് നേരം ഇങ്ങനെ തുറന്ന് വെച്ചപ്പോഴേക്കും ചീരയൊക്കെ നല്ലതുപോലെ വെന്തിട്ട് ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചീര തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്, മീൻ കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ രണ്ടാമത്തെ ദിവസത്തെ നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ ഈ ചമ്മന്തി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയൊക്കെ അവിടെ വെന്ത് വറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി അരിഞ്ഞതും നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൂത്ത് വന്ന സമയത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ വിശേഷങ്ങളും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.